എന്താ ബാലു? അയ്യോ ഇന്നാണല്ലേ അവിടുത്തെ കല്യാണം. ഓ ഞാൻ മറന്നുപോയായിരുന്നു. ഞാനും വരണോ? എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് വരാം. നോക്കട്ടെ 10:30. ഞാൻ റെഡിയാ, പെട്ടെന്ന് റെഡിയാവാ. ശരി എന്നാ. നമ്മളാ മറ്റേ ആ ജംഗ്ഷനിലെ രമേശൻ ചേട്ടനില്ല, അച്ഛൻ്റെ കൂട്ടുകാരൻ. ആ കട നടത്തുന്ന രമേശൻ ചേട്ടനെ. ആ ചേട്ടന്റെ മോളുടെ കല്യാണം ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് പോയതാ. എല്ലാരും കൊണ്ട് വരണോന്ന് പറഞ്ഞതാ. അല്ല അപ്പൊ അമ്മ പറഞ്ഞ അമ്മയും അച്ഛനും മാത്രമേ പോകുന്നുള്ളൂ, ഞാൻ കൂടെ വരട്ടാ? വാ, അതിനെന്താ കുഴപ്പം? അവരെല്ലാരും വരണോന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ ഞാനിപ്പോ ഒരുങ്ങിട്ട് വരാവേ. നീ വരണോ? നീ പിന്നെ വരൂല്ലോ. അല്ല ഞാൻ വരാം. വരുവോ? അച്ഛന് ഭയങ്കര സന്തോഷവും. ഇവൻ വരാറില്ല കല്യാണത്തിന്, വിളിച്ച ഒരിക്കലും വരാറില്ല. അല്ല അതിപ്പോ പഴയതുപോലല്ലേ, ലോക്ക്ഡൌൺ ഒക്കെ 1 വർഷമായില്ലേ. അതാ പറഞ്ഞ ഒരു കല്യാണ സദ്യ ഒക്കെ കഴിച്ചിട്ട് 1 വർഷമായി. കൊറേ നാളെ ഒരു കല്യാണ സദ്യ ഒക്കെ കഴിച്ചിട്ട്. ഞാൻ റെഡി ആവട്ടെ. അപ്പൊ പാറുവിനെയോ? കൊണ്ടോ അവളെ കൊണ്ടുപോയി എങ്ങനെ അവിടെ ചെന്ന് കൊച്ചുങ്ങളെ കൊണ്ട് എങ്ങനെ പോകാൻ പറ്റുക? നീ നോക്കിക്കോ. ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞാൽ മതി. കുത്തു വെക്കണ പേടിയാ. നിങ്ങൾ കല്യാണത്തിന് പോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അലമ്പ കൂട്ടോ? ഇല്ല, മരുന്ന് പിടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ മതി. വിഷ്ണു ഒരുങ്ങിയാടാ? അറിഞ്ഞൂടെ, അവിടെ വല്ലതും കാണും. വിഷ്ണുവേ, ഇവിടെ പാടാ. പെണ്ണുങ്ങളെക്കാൾ സമയമാണ് അവന് ഒരുങ്ങാൻ. ഞാൻ ഒരുങ്ങി ഇറങ്ങി, എന്നിട്ട് നീ റെഡി ആയില്ല ഇത്ര നേരമായിട്ടു. ആ ചന്ദനമൊക്കെ കാണുമെങ്കിൽ മുടിയൊക്കെ പൊക്കി വെക്കണം. സ്ലൈഡ് കുത്തി വെക്ക്. ആ പച്ച ഷർട്ട് ഇട്ടാ പോരായിരുന്നു, അതല്ലേ നല്ലത്. അതിന് ചേട്ടനല്ലേ അവിടെ കല്യാണം കഴിക്കാൻ പോണോ? ഇതൊക്കെ മതി. ഞാൻ 1 മണിക്കൂറോടെ വെയിൽ കൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് കറുത്തിട്ടുണ്ടാ. എന്നോട് അസൂയല്ലേ എന്റെ സൗന്ദര്യം കണ്ടിട്ട്? പെട്ടെന്ന് പോവാ, നമുക്ക് സമയമില്ല. എന്തോന്നത് ലേറ്റ്? ഇനി ആരുണ്ടോ? അതെ, പേഴ്സ് എടുക്കട്ടെ. എടമ്മാ എവിടെ പോണു? അല്ല ഇതെവിടെ പോണു? എങ്ങോട്ടാ? ഹലോ, എവിടെ പോണു? കല്യാണത്തിന്? അല്ല ഇവളെ കൊണ്ടുപോകണം നമ്മളെ കല്യാണത്തിന്? നിന്നോട് കൊച്ചിനെ നോക്കി നിൽക്കാനല്ലേ പറഞ്ഞത്? ചേച്ചി, നിങ്ങൾ പോകുമ്പോ എന്തായാലും കുഞ്ഞു കിടന്ന് കരയും. പിള്ളേരെ കരയിപ്പിക്കുന്ന ശാപം കിട്ടും. അതുകൊണ്ടാ. ചേച്ചി, ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സിൽ ഇത് തന്നെ നല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതങ്ങ് ഉടുത്ത് നന്നായിട്ടില്ലേ? അമ്മ എന്തോ എല്ലാരും കൂടി അങ്ങ് പോവാണോ? എടാ, അവര് എല്ലാരെയും കൂടിയാണ് വിളിച്ചത്. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ അടുത്തല്ലേ കല്യാണം, ഇത് മതിയാവുമല്ലേ? എല്ലാരും കൂടി വിളിച്ചത് ശരിയാണ്. കുടുംബത്തിന് മൊത്തം വിളിച്ചത്. നമ്മുടെ കുടുംബം ഇത്തിരി സ്പെഷ്യൽ കുടുംബമാണ്. ഇത്തിരി എൻലാർജ്മെന്റ് കുടുംബമാണ്. എൻലാർജ്മെന്റ് കുടുംബം ആ ചേട്ടനും അറിയാഞ്ഞോണ്ടായിരിക്കുമല്ലോ ആ ചേട്ടനെ വിളിച്ചത്. ആ ചേട്ടൻ പ്രത്യേകം പറയുകയും ചെയ്തു, അമ്മയും മക്കളും നിർബന്ധമായിട്ടും വരണം എല്ലാരും വരണമെന്ന് പറഞ്ഞു. എടാ, നാണക്കേടാവോ? അങ്ങനെ നാണക്കേടൊന്നുമില്ല. ഇപ്പൊ അഥവാ എണ്ണത്തിൽ അങ്ങനെ ആണെങ്കിൽ ശിവയില്ലല്ലോ, ഡിമാൻഡ് കയറി ടാലിയായി. അപ്പൊ കുഴപ്പമില്ലടാ, ഇറങ്ങാ. നമ്മളെല്ലാം കുടുംബത്തോടെ എല്ലാം പറഞ്ഞ സന്തോഷമാവത്തുള്ളൂ. ശുചരിയായിട്ടോ. എന്റെ ദൈവമേ, നിങ്ങൾ ഇറങ്ങുന്നുള്ള ഞങ്ങൾ നിങ്ങൾ വിൽക്കാണെന്ന്. നിങ്ങൾ എങ്ങോട്ടാ? കല്യാണത്തിന്. ആരല്ലോടാ? ആരുടെ കല്യാണം അറിയാമല്ലോ ചേച്ചി. വിളിക്കാത്ത കല്യാണത്തിന് സാധാരണ ഞങ്ങള് പോകാത്തതാണ്. എന്നെ കേശ് നിർബന്ധിച്ചോണ്ട് വന്നേ ഉള്ളു. കേശ് നിർബന്ധിച്ചെന്നാ? അതന്നെ ചേട്ടാ, ഞാനേ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിളിച്ചതാ. പക്ഷെ ഇവര് വാടിച്ചേട്ടന്റെ ഫ്രണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട് അല്ലേ? അതെ, വാടിച്ചേട്ടനെ വിളിച്ചാൽ ഞങ്ങളെയും വിളിച്ച പോലെ. വേഗം പോവാം, നമുക്ക് പോവാം. മുഹൂർത്തം മുടിയുന്നതിന് മുന്നേ പോണം നമുക്ക്. എന്ത് മുടിയാൻ? മുഹൂർത്തം മുടിയുന്ന മുമ്പ് അവിടെ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ ഒരു ചെറിയ കല്യാണം. ആ 19 പേരെ വിളിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇത്രയും പേര്, പിന്നെ അവരുടെ ബന്ധുക്കളൊക്കെ അവരെങ്ങനെ കയറ്റും അങ്ങോട്ട്? അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ചേച്ചി. നമ്മളെ കല്യാണം വിളിച്ചു, നമ്മൾ പോകുന്നു. ആരൊക്കെ വരുന്നു പോകുന്നു, ആൾക്കാർ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അവര് നോക്കിക്കോളും. അത് തന്നെ. അതിന് രമേന്റെ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചോ? കണ്ട ചേച്ചി ചെക്കന്റെ വർത്താനം? അമ്മ ഞാൻ എനിക്കറിയില്ല. എന്തായാലും നമ്മ ഒരുങ്ങി, നമുക്ക് ഇനി ഇറങ്ങാം. ഞാൻ വരില്ല, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പോയിക്കോടെ, ഞാൻ വരണില്ല. അന്ന് അമ്മ ഉടനെ അച്ഛനും കൂടി വിളിച്ചു പറഞ്ഞ് വരണ്ട, ഞങ്ങൾ നാളെ ഇല്ലേ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവാൻ? നാളെ ഇല്ലേന്ന് വിളിക്കാത്ത എന്നെ ഒന്ന് വിളിച്ചല്ലേ? എടാ, ഈ ചേട്ടൻ ആരാ? രമേശ് ചേട്ടൻ എന്ന് പറഞ്ഞ ആരാ? അച്ഛന്റെ ഫ്രണ്ട്. അദ്ദേഹം ഇപ്പൊ നമ്മളെല്ലാവരും സാധാരണ ഒരു വീട്ടിൽ കല്യാണം വിളിക്കാൻ ചെല്ലുമ്പോ പറയും തലേ ദിവസം വരണം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ വരണം, വരുമ്പോ എല്ലാരും കൂടെ വരണം എന്ന് പറയും. അത് അവരുടെ മര്യാദ. എത്ര പേര് പോണോന്നുള്ളത് നമ്മളെ മര്യാദയാണ്. എനിക്ക് നാണം കാണാൻ വയ്യ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കാം, ഞാൻ വരില്ല. അമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കൊറോണ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കല്യാണമാണ്. ആര് പോയാലും ഇല്ലെങ്കിലും ഞാനും ഞാൻ എന്തായാലും പറയാം. നിങ്ങൾ എല്ലാരും കൂടെ പോരാണെങ്കിൽ ഞാൻ വരില്ല.
ഇതിപ്പോ എന്ത് 3 പേരും കൂടുതൽ ഇവിടുന്ന് കല്യാണത്തിന് പോകാനാണ് ഞാൻ വരില്ല. അതെങ്ങനെ ശരിയാവും? ഞങ്ങള് മൂന്ന് അയ്യ അവര് പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടാ. അയ്യോ ഒന്ന് നിർത്തോ, നമുക്കൊരു കാര്യം ചെയ്യാം, നറുക്കിടാം. അതാണ് നല്ലത്. നറുക്കിടാ. അതാണ് നല്ലത്. നറുക്കിടാന്ന്. ആ നറുക്കിട്ടിട്ട് തീരുമാനിക്കാം. ചേച്ചി പറഞ്ഞല്ലോ 3 പേരിൽ അല്ലാണ്ട് വേറെ ആർക്കും പോകാൻ പോകാൻ പറ്റില്ല. നറുക്കിട്ടിട്ട് എടുക്കാം. എന്നാ നറുക്കിടാ. ഡോറ് എഴുതിയിട്ട് അതൊക്കെ ഓക്കെ, നറുക്കിടണമൊക്കെ ഓക്കെ. പക്ഷെ കള്ളത്തരം കാണിക്കരുത്. കള്ളത്തരം ഒന്നും കാണിക്കത്തില്ല. കള്ളത്തരം കാണിച്ചാ കള്ളത്തരം കാണിക്കരുത്, കള്ളത്തരം കാണിക്കരുത്. നറുക്കിട്ടിട്ട് അത്രേ ഉള്ളൂ, കള്ളത്തരം കാണിക്കരുത്. കള്ളത്തരം കാണിക്കാതെ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി കള്ളത്തരം കാണിക്കാൻ കുടുംബമൊന്നും അല്ല ഒരു പേപ്പർ എടുക്കടാ, പേപ്പർ എടുക്കുക. പേപ്പർ എടുക്ക്, പേപ്പർ. ആ ഞാൻ. എഴുതിയിട്ട് പാറുവിനെ കൊണ്ട് എടുപ്പിക്കണം. ഞാൻ എഴുതാ വേണമെങ്കിൽ. വേണ്ട വേണ്ട ഞാൻ വേണ്ട, അവളെ എഴുതിക്കോളുമല്ലോ. ഞാനിത് ഒരുപാട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീയിൽ. അതാ പിടിക്കാം. പെട്ടെന്ന് പെട്ടെന്ന്. ഏറ്റു വെക്കണ്ട. എടേ നീ അവിടെ പോയി എഴുത്. അപ്പുറത്ത് വരുന്ന എഴുതൂ. ചേച്ചി ഞാൻ എന്റെ റൂമിൽ പോയിരുന്നു എഴുതും. ചേച്ചി എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 8 പേരുണ്ട്. 8. ആ 3 പേരുടെ പേരെന്താ? അനന്തു ശ്യാമ ആക്രി 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 എഴുതിയത്. അനന്തു ശ്യാമ്. എടാ അവന്റെ പേരെന്താടാ? മുത്തു. മുത്തു. അങ്ങനെയൊന്നും പറയല്ലേടാ. ആ കുഞ്ഞിന്റെ പേര് എഴുതി. ചേച്ചി ഇതാ എഴുതിയിട്ടുണ്ടേ. പാറുവിനെ കൊണ്ട് എടുപ്പിക്കുക. എന്തോന്നാടാ ഇത്? എടുത്തിട്ട് തരുമല്ലോ അങ്ങോട്ട്, വിളിച്ച് തരുമല്ലോ. പറയുമല്ലോ. ആ പാറു എന്താണ് അങ്ങോട്ട് നീക്കിക്ക്. നീങ്ങിക്കളാ. ഇങ്ങോട്ട് ഒരെണ്ണം എടുക്ക്. ആ ആന്റിക്ക് തരണേ. ഒരെണ്ണം എടുത്തിട്ട് ആന്റിക്ക് താ. രമാന്റിക്ക് താ. ഒരെണ്ണം എടുത്താ മതി. രമാന്റിക്ക് തരണേ. ഒരെണ്ണമാണ്. ആ രമാന്റിക്ക് താ. രമാന്റിക്ക് താ. അത് വായിച്ചു നോക്ക്. പാറു എന്നോട് സ്നേഹം ഉണ്ടോ? പാറു നോക്കി എന്റെ പേരായിരിക്കും. കേശു. നീലു. ഞാൻ രക്ഷപ്പെട്ടു. നീലു. നീലു. അടുത്തെടുക്ക്. അടുത്തതേ അങ്ങോട്ട് നീങ്ങി നിക്കടാ. ഇതെന്താ അടുത്ത് നിന്നത് കുഴപ്പം? എടുക്ക്. ആ ഇനി അടുത്ത പാറു എടുക്ക. ആന്റിക്ക് തരണേ. നേരത്തെ എടുത്ത പോലെ. പാറു ചേട്ടന് മനസ്സിൽ ആന്റിക്ക് തരണേ. രമ. ആ എനിക്ക് കിട്ടിയില്ല. സമാധാനം. പാറൂസേ അടുത്ത ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ. അതെന്റെ പേര് തന്നെ. കൊടു. പാറു ലാസ്റ്റ് ആണ്. ചേട്ടന് മനസ്സിലാലോക്ക് മുടിയൻ ചേട്ടൻ. അയ്യോ അത് രണ്ടെണ്ണം ഉണ്ട്. ഏതെങ്കിലും എടുക്ക്. അതിന്ന് അതില്ല, അത് അടർത്തിട്ട് കൊടുക്കാം. അടർത്തിട്ട് അയ്യോ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഒന്നുകൂടെ എടുക്കാം. ഒന്നുകൂടെ എടുക്കുന്നു. അതെന്ത് പാറു. അപ്പൊ ശരി. അപ്പൊ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ് എടുത്തത്. ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ എപ്പോഴും മുതിർന്ന ആൾക്കാർ വേണം പോവാൻ. 3 പേര് കൂടി പോണത് നാണക്കേടാ. എന്തായാലും ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് വരാം. ഞാനും കൂടെ അമ്മ. എടാ ഇപ്പൊ എന്തായാലും 3 പേരെ പോവാൻ പാടില്ല. അച്ഛനും അവിടെ ഉണ്ട് അവിടെ. അപ്പൊ തന്നെ 4 ആയി. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ എടുത്തു കൊടുക്കാം. കൊച്ചിനെടുത്തോ എടുത്തോ. നന്നായിട്ട് സദ്യ കഴിച്ചിട്ട് പറഞ്ഞേ. ഞങ്ങളൊക്കെ മനസ്സിലാലോചിക്കണോ കഴിക്കും. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് പറയാവേ. കേശു ഓ ശരി. പായസം ഏതാണെന്ന് വന്നിട്ട് പറയാം. എടാ മക്കളെ വിഷമിക്കണ്ട, വന്നിട്ട് ഒരു സദ്യ ഉണ്ടാക്കി തരാം. പോരെ പോയിട്ട് വരാം. ഇവിടെ എങ്ങനെ കഴിക്കാൻ വന്നു? അമ്മേ കല്യാണം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല. നല്ലൊരു സദ്യ കഴിക്കാന്ന് വെച്ചാ കല്യാണമായിട്ട് വെറുതെ എടി ഇതിലൊന്നും ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് ഇതിലൊന്നും ഒന്നുമില്ല. നോക്കിയേ. എഴുത്തൊന്നുമില്ല. എടാ രമാൻഡിന് മൊത്തം കള്ളത്തരായിരുന്നു. പറ്റിച്ച് അമ്മ രമാൻഡി. ഓ വല്ലാത്ത കുരുട്ടുബുദ്ധിയാണ് മോളെ. ചേട്ടനും അതെ, അനിയത്തിക്കും അതെ. നല്ല കുരുട്ടുബുദ്ധിയാ. എന്തായാലും ഇത് പിന്നെ നന്നായിട്ടാ. അതുകൊണ്ടല്ലേ ഇപ്പൊ പോവാൻ പറ്റിയേ. പെട്ടെന്ന് പോകാം. അല്ലെങ്കിൽ അവരെല്ലാരും കൂടെ വന്നേനിപ്പോ. അല്ലെങ്കിൽ 3 പേര് കൂടുതൽ പോയാലേ നാണക്കേടാ. ഞാൻ കള്ളത്തെ പറഞ്ഞ് കല്യാണത്തിന് നോക്കണല്ലേ? ഓടിക്കോ, നമുക്ക് അവരറിയില്ല. അവരേത് വീട്ടിലുള്ളവരാ നാട്ടുകാരാണെന്ന് നമുക്കറിയണ്ട. പോവാ. എന്താ പറയണ്ടെന്ന് പറഞ്ഞേ പറ. എന്തോ നമ്മ അച്ഛനാണെങ്കിൽ മുടി വെട്ടിക്കാൻ വേണ്ടിട്ട് ഒരു കാരണം നോക്കിയിരിക്കായിരുന്നു. അതിനെ കൂടെ എടുത്തിട്ട് കൊടുത്തല്ല. അയ്യോ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത് പോട്ടെ, അത് വിട്. അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഡിസംബർ അല്ലേ വരാൻ പോണേ. അപ്പൊ ഈ വർഷം അങ്ങ് തീരുകയല്ലേ. അപ്പൊ ഈ വർഷം മുടി വെട്ടണില്ലേ? നമുക്ക് അടുത്ത ഡിസംബറിൽ പിടിക്കാം. ഈ ഡിസംബറിൽ അങ്ങ് പോട്ടെ. എന്റെ പൊന്നു ലച്ചു, ഇതിന്റെ ഇടയ്ക്ക് എരി തീ കൂടി എണ്ണ ഒഴിക്കില്ല പ്ലീസ്. എന്താണ്
വീണ്ടും മുടിയുടെ ചർച്ച തന്നെ. എൻ്റെ പൊന്നു മക്കളെ, നീ മുടി വെട്ടാത്തതിൽ അണ്ണന് നല്ല ദേഷ്യമുണ്ട്. ദേഷ്യമല്ല, കലിപ്പ്, കട്ടക്കലിപ്പ്. പിന്നെ ഒരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നത്. എടാ മക്കളെ, നീ ഏതാണ്ട് ഒരു 10 വർഷം ആയില്ലടാ മുടി വെട്ടാതായിട്ട്. എന്റെ പൊന്നി ചിറ്റപ്പ ഇതും കേട്ടുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. വന്ന് ഇത് കേട്ടോണ്ട് വരും, അങ്ങനെ വായിട്ടിളക്കും, പിന്നെ സംസാരം നിർത്തൂല. ഈ ആഴ്ച മൊത്തം നിന്റെ മുടിയെ പറ്റി സംസാരിക്കും. ഇല്ലടാ തന്തേമെന്ന് പറയണടാ, അത് കേട്ട് ചിരിക്കാൻ വേണ്ടി ഒരു തള്ളയും. ചിരിച്ചോല്ലല്ലോ ഞാൻ. ബാലു, എന്റെ കഷ്ടകാലത്തിന് ഞാനത് പറഞ്ഞുപോയി. ഞാൻ അതും പറയില്ല, അച്ഛനും മുന്നും കൂടെ തല്ലുപിടിക്കാൻ നിൽക്കണ്ട. അതങ്ങ് വീട്, പ്രശ്നം തീർന്ന്. നീക്ക ചിറ്റപ്പനും പറ്റ ഇവിടെ നിൽക്കണ. നിങ്ങൾ പറഞ്ഞോട്, അവന് മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞോട്. ഡേയ്, മുടി വളർത്തുക അവന്റെ ഇഷ്ടം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മുടി വെട്ടാൻ? അതെ, പണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉടുത്തോണ്ട് വരുമായിരുന്നല്ല. അപ്പൊ നീയൊക്കെ പറഞ്ഞില്ലേ, നിർത്താൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഞാൻ നിർത്തിയത് പറ. അപ്പൊ എനിക്ക് നിർത്താൻ പറ്റുമല്ല അല്ലേ? അച്ഛാ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അച്ഛൻ കഴിച്ചോണ്ട് വരുമ്പോ ഞങ്ങൾക്ക് ശല്യമായിരുന്നത്. ഇത് ശല്യം തന്നെ. ഇത് ഞങ്ങൾക്ക് മാത്രം, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ലോകം മൊത്തം ശല്യം തന്നെ. ഈ തപ്പത്തരം കൂടി എന്താ ശല്യം? അച്ഛൻ പുറത്തിറങ്ങി നോക്കിയേ, ഇപ്പൊ മുടിയും താഴെ നീട്ടി വളർത്തി ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. നീ അച്ഛൻ പറയാനൊക്കെ മറുപടി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകുന്നില്ല. പിന്നെ വഴക്കിൽ കലാശിക്കും. നിർത്തി എവിടെയെങ്കിലും പോ, ചെല്ല അപ്പുറത്തോട്ട് പോകും. പോയനാ അണ്ണാ സുരേന്ദ്ര, നീ കേള്. യവന് വന്ന് എത്ര ബന്ധങ്ങളെന്നറിയാം പോയത്. യവന്റെ ഈ മുടി എന്നെ പേടിച്ചിട്ടാണ് പോയത്. സത്യം എന്നോട് മക്കളെ. അല്ലെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല അപ്പൊ എനിക്ക്. അയ്യാ, താല്പര്യം ഉണ്ടെങ്കിൽ അവരെല്ലാം പൊമ്മക്കളെ തല കെട്ടി വെച്ചാൽ. അച്ഛൻ എന്തോന്ന് വെച്ചാ വേണ്ടത്? നിന്റെ മുടി ഇപ്പൊ വിടണം, പറ്റുമോ? മക്കളെ പറ്റുമെങ്കിൽ പറ്റൂന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ എതിർത്തോടെ അവനോട് ജീവിക്കാൻ പറ്റുമോ? ചേട്ടാ, എന്തായാലും ചേട്ടൻ മുടി വേണം. അപ്പൊ അച്ഛന്റെ സമാധാനത്തിന് വേണ്ടിട്ട് ചേട്ടന്റെ ഡേറ്റ് പറ. എന്റെ സമാധാനത്തിന് മുടി വെട്ടാനാ? എന്തോന്ന് കുഴപ്പമുള്ള കാര്യം പറയണേ? അച്ഛാ, ഇപ്പൊ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ബാലു പറ്റും? ആ സംഗതി അങ്ങ് അവള് തണുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല. എവക്കിട്ട് ഞാൻ അടി കൊടുക്കും. ഒറ്റ ഓടിച്ചില്ലാതാക്കണത്. ഈ പ്രായത്തൊക്കെ നല്ല ക്രാപ്പ് ഓടിച്ച് നല്ല ക്രാപ്പ് പോട്ട് നന്നായിട്ട് വെട്ടി നല്ല രസമായിട്ട് പോകേണ്ട പിള്ളേരെ. 3 വയസ്സാകാൻ ക്രാപ്പൊക്കെ കേട്ടെ. ക്രാപ്പ് ഇതെന്നാ ചേട്ടത്തി ഒന്ന് മര്യാദ ചേട്ടത്തി. 3 വയസ്സാടി നീ മര്യാദ വെട്ടിക്കണ. ഇത് പോ, ഇത് കണ്ട ഇത് രസമായിട്ട് എങ്ങനെ വെട്ടിക്കണം? ഞാൻ കണ്ട, എന്നെ കണ്ട, കേശുവിനെ കണ്ട. ബാലു, ഈ പ്രായം എന്നൊക്കെ പറയുമ്പോ അവരുടെ ഇഷ്ടത്തിനല്ലേ അവർക്ക് മുടി വെട്ടാൻ പറ്റുള്ളൂ. ഈതോമാര് വക്കോൽ അങ്ങൂല്ല ഇഞ്ഞൂല പാടും പടക്കം പിടിച്ച് കിടക്കണത്. ചുമ്മാ ഞാൻ മാടൽ മറന്നാണ് ആൾക്കാർക്ക് നാട്ടിൽ വിളിക്കുന്നത്. നാട്ടുകാരല്ല, അച്ഛൻ തന്നെയല്ലേ വിളിക്കണത്. മക്കളെ, അച്ഛൻ പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ മുടിയൊക്കെ എല്ലാവരും മനുഷ്യന് വെട്ടുന്ന കൊല്ലത്തിൽ നീ വെട്ടിയാ ഇതൊന്നും പറയില്ല. ഇതെന്തോന്നടാ ഇത്? മക്കളെ, നീ ഒരു ഡേറ്റ് പറ. മുടി വെട്ടണമെന്നൊന്നുമില്ല, പറ. എന്റെ പൊന്നാണ്, നിങ്ങളൊന്ന് മര്യാദക്ക് ഇരിക്കണ. അവൻ കുറച്ച് കഴിയാൻ തണുത്തോളും അല്ലേ ചേട്ടത്തി? ഇല്ല, ഇത് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. തിളക്കാണ് നിൽക്കണ്ടേ പൊന്തക്കാട് പറ്റി ഇനി കാണാതെ പിടിക്കണില്ല. മക്കളെ മുടിയാ എടാ ഇങ്ങ് വാടാ. ആ ഇപ്പൊ അവന്റെ പേരേ മുടി നന്നായി. ഞാൻ ഇവിടെ എന്നാ നമ്മളെ വിളിച്ച് പറയും, ചിലപ്പോ കൈയും വയ്ക്കും. അപ്പൊ പോണ പോക്ക് കണ്ടാ അറിയാലോ എന്നെ ഒരു ലോഡ് കുറ്റം പറഞ്ഞിട്ടാണ് പോണത്. എടാ, കുറ്റമൊന്നും പറഞ്ഞില്ല, മുടിയുടെ കാര്യം പറഞ്ഞിട്ട് പോയതാ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയണ്ട. നിനക്ക് മുടി വളർത്തി കൊതി തീന്നെങ്കിൽ ഇതങ്ങ് വെട്ടിക്കളാ. എന്തിനു വെറുതെ വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ട് പറയിപ്പിക്കുന്നത്? എന്റെ പൊന്ന് ശങ്കര, അപ്പൊ വീട്ടുകാരുടെ കാര്യം എനിക്ക് മനസ്സിലായി. നാട്ടുകാരെന്ത് പറയണ്? നാട്ടുകാരെന്താണ് പറയണെന്നെ? എന്റെ പൊന്നു മക്കളെ, അച്ഛൻ പറയണതിലും കാര്യമുണ്ട്. നമ്മുടെ സമൂഹമൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് കറക്റ്റാണ് ചേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഒരു പെണ്ണ് കാണാൻ പോയെന്നിരിക്കട്ടെ. അവിടെ പോകുമ്പോൾ ചിലപ്പോൾ പെണ്ണിന് മുടി ഇഷ്ടപ്പെടും, അവിടുത്തെ കൊച്ചു പിള്ളേർക്കും മുടി ഇഷ്ടപ്പെടും. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള വീട്ടുകാരുടെ മകളെ എനിക്ക് കെട്ടിച്ചേരണ്ടാ. ചേട്ടൻ ഇങ്ങനെ പിടിവാശി പിടിച്ചു വന്നോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. എടി, ഇത് എന്റെ പിടിവാശിയല്ല, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്. എന്റെ ആവശ്യമാണ് കേട്ടാ. വെറുതെ ആരും നീ അതുവേണ്ടി ചർച്ച ചെയ്യണ്ടെന്നേ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവന് തോന്നുമ്പോൾ അവൻ മുടി വെട്ടും. എന്നിട്ട് നമുക്ക് പോലും ചെയ്യാൻ പറ്റുമോ? അതങ്ങ് വിട്, ഞാൻ എൻ്റെ പുറകെ കിടക്കാണ്ട്. കേശുവേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇഷ്ടം പോലെ ജോലി എടുക്കുന്നു, വെറുതെ സമയം കളയണ്ട്. വാടാ. എടാ സുരേന്ദ്ര, ഞാൻ മിക്കവാറും ഇന്ന് തന്നെ നാട്ടിൽ പോകും കേട്ടാ. ആരുടെ പോകും? അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. ഞാനും വരാം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിലങ്ങ് ബുക്ക് ചെയ്യാം. അത് മതി, വാ. ഇവിടെ നിന്നാ ശരിയാവും. ബാലു, ഞങ്ങൾ ഇന്ന് പോകും കേട്ടാ. ഓ ചിറ്റപ്പാ, അപ്പൊ നിങ്ങൾ ഇന്ന് പോവാണോ? ഓ ആ, അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇന്ന് പോണ മുമ്പ് ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് നോക്കൂ. കാഴ്ച? എന്തോന്ന് കാഴ്ച? കെട്ടുകാഴ്ച. അപ്പൊ ഞാൻ എന്റെ മുടി വെട്ടാൻ പോണ കേട്ടാ.
പറ. സത്യമായിട്ടും ചേട്ടായി ഡേ കുറെ വർഷമായില്ലേ, അതുകൊണ്ട് മുടിയായിട്ട് കുറച്ച് ആത്മബന്ധമായി പോയി. ഇത് മുടി വളർത്തുന്നവരടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വിഷമമായി. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ പറഞ്ഞായിട്ട് നീ മുടിയൊന്നും വെട്ടണ്ട. നമ്മളൊക്കെ പറയാ ആൾക്കാരാണ്, ഇങ്ങനെ പലതും പറയും, വിഷമൊന്നും പലതും പറയും, പ്രത്യേകിച്ച് മക്കളെ കാര്യത്തിൽ. മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെട്ടാതെടാ നീ. എന്താ പാറുപറിന് നീ മുടി വെട്ടാൻ പോവാണ്? ഞാൻ ആലോചിച്ചിട്ട് തന്നെ അമ്മ പറയണത്. പിന്നെ നമ്മുടെ ഒപ്പമുള്ളവരുടെ സന്തോഷമാണല്ലോ എൻ്റെയും സന്തോഷം. എല്ലാത്തിനും സമയം തോന്നണമ്മ. എന്ത് വേണോ അയക്കോ, പിന്നെ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് വിഷമിച്ചിട്ട് തള്ളേ മക്കളും കൂടെ എന്നെ കൊല്ലാകൊല്ല ചെയ്യാൻ വേണ്ടി വരരുത്. പിന്നെ മോന് വേണ്ടി എപ്പോഴും പൂങ്കണി ഒരുപ്പിക്കാൻ വേണ്ടി ഒരു തള്ള നോക്കിയിരിക്കുകയാണ്. ചേട്ടാ ചേട്ടൻ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണ്ട, ഒന്നും കൂടെ നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ മതി. എടി, ഇത് ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. ഇനി മേലെ ജീവിതത്തിൽ ഞാൻ മുടി വളർത്തില്ല, പോയി വെട്ടിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. കേശുവേ നല്ല ഉറച്ച തീരുമാനമാണത്. ഛേ, ഞങ്ങൾ ഉള്ളപ്പം തന്നെ സംഭവിച്ചത്. നമ്മൾ വന്ന സമയം ശരിയല്ലാണ്. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അമ്മ ഞാനൊന്നും പറയണൊന്നുമില്ല. ഇവിടെ ആർക്കെങ്കിലും സന്തോഷം കിട്ടണേ കിട്ടട്ടെ. അതുകൊണ്ട് ആ തൊപ്പി ഒന്ന് എടുത്തായിരുന്നെങ്കിൽ എല്ലാവർക്കും കാണാൻ. പോകാൻ പറ. നീ കാണ്, കാണ്ട് കാണാണ്ട കാഴ്ചയാണ്. കാണും നോക്കടാ. എന്താ കത്രിക്ക് മുടി പിടിച്ചില്ലടാ കള്ള. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വെട്ടൂലെന്ന്. ഇവന്റെ ആടാ അവിടെ കള്ള. അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ. ഞാൻ മനസ്സ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ മുടി വെട്ടാൻ പോയത്. എൻ്റെ അമ്മയാണ് സത്യം, സത്യമായിട്ടുമ്മ. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ അവിടെ ചെന്ന് അപ്പൂപ്പ ഇവിടെ ഒരു ചേട്ടനുണ്ട്, സ്പാ നടത്തുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എൻ്റെ മുടി വെട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ ചെന്ന് വെട്ടാന്ന് വാക്ക് കൊടുത്തു പോയി. അവിടെ തുറന്നിട്ടില്ല. അത് ചവിട്ടി പൊളിച്ച് കയറി എനിക്ക് മുടി വെട്ടാൻ പറ്റുമോ? ഞാൻ സത്യമായിട്ട് വെട്ടാൻ പോയത് വെച്ചാൽ എന്നെ വിശ്വസിക്കും, സത്യമായിട്ടും. പിന്നെ ഇന്നത്തെ മനസ്സ് എനിക്ക് നാളെ കിട്ടുമെന്ന് അറിയില്ല. കിട്ടൂലടാ, കിട്ടൂല. നിന്റെ മനസ്സിൽ മുടി വെട്ടാൻ പോകണമെന്ന് തോന്നുമ്പോഴേക്കാണ് ഞായറാഴ്ച ആയിരിക്കടാ. ഇന്ന് ഞായറാഴ്ച എന്ന് അറിഞ്ഞിട്ട് മനപ്പുറം മുടി വെട്ടാൻ പോകണം. കടാ കള്ള. എടാ നീ എൻ്റെ എല്ലാവരും കണ്ണി പൊട്ടിയിട്ടാണ്. എടാ ഞാൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ പോലും നീ മുടി വെട്ടില്ല. നീ മുടി വെട്ടില്ല. നീ നീ വളർത്തി നീ നാശക്കോട്ടാക്കി നാരായ വേര് നീ എന്താടി. എന്തിനാണ് പ്രാകണത്? രാവിലെ തുടങ്ങിയതല്ലേ പ്രാക്ക്. എടി നീ പോടി. എടി നിന്നെ മണ്ടിയാക്കാൻ പറ്റും, പക്ഷെ ബാലുവിനെ മണ്ടനാക്കാൻ പറ്റില്ല. കേട്ടടാ? കൊള്ളടാ, നല്ല പരിപാടി, കൊള്ളാം. പിന്നെ തിരുമാറി വെട്ട് അച്ഛാ, വെട്ടച്ചാ. ഞാൻ പറഞ്ഞു അമ്മ സത്യമായിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ വെട്ടാൻ വേണ്ടി പോയതാ. പക്ഷെ നീ ഞായറാഴ്ചയായിരുന്നു. എനിക്ക് സ്വയമായിട്ട് എനിക്ക് വെട്ടാൻ തോന്നുന്നു. എനിക്ക് വെട്ടാൻ അറിയില്ല. അച്ഛൻ ഒരു കാര്യം ചെയ്യും, വെട്ട്. അമ്മ വെട്ടാൻ പറഞ്ഞ അച്ഛാ വെട്ടിച്ചാ. വെട്ടിക്കോ അച്ഛൻ, വെട്ടിക്കോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമാണ്. വെട്ടിക്കോ, വെട്ട്. വെട്ടിക്കോ. പറയല്ലേ വെട്ടണ. ഞാൻ വായിക്കൊണ്ടിരിക്കുന്നത് ബെറ്ററാ. വെട്ടി തള്ളച്ചാ. അതൊന്നും ഇത്ര നേരം വെട്ടി തുടങ്ങിയില്ല. വെട്ടച്ചാ, വെട്ട് 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 വെട്ട്. ഇത് കൈ പറയണത് വയറുത്. എൻ്റെ പിള്ളേരെ കഴുത്ത് വെട്ടുന്ന സംഭവമാണ്, അറിയാ മക്കളെ. നീ വളർത്തടാ. നീ വളർത്തി നിന്നെ കാണരുത്. മുടി മാത്രമേ കാണാവൂ. നീ മുടിയിൽ അലിഞ്ഞു പോകണം കേട്ടാ. മക്കളെ വളർത്ത്. അച്ഛന് ഒരു കുഴപ്പമില്ല മക്കളെ. ഇഷ്ടംപോലെ വളർത്തിക്കോ കേട്ടാ. പക്ഷേ അച്ഛൻ ആയുധം എടുത്താ രക്തം കണ്ടേ അടങ്ങും. കത്തി എടുത്താ അച്ഛന് മുടി വെട്ടണം. എന്താണ് ഇതിലല്ല, ഇതിലൊന്നുമില്ല. ഇത്